നമസ്കാരം, ഞാൻ രതീഷ് രാജൻ. കൊല്ലവർഷം ആരംഭിക്കുന്നത് ചിങ്ങമാസം മുതലാണ്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം, അങ്ങനെ 12 മാസങ്ങളാണ് കൊല്ലവർഷത്തിലുള്ളത്. കൊല്ലവർഷത്തിലെ ഏറ്റവും അവസാനത്തെ മാസമാണ് കർക്കിടക മാസം. എന്നാൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കർക്കിടക മാസത്തിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട്. പച്ചമരുന്നുകളും ഔഷധക്കൂട്ടുകളൊക്കെ ചേർത്തുണ്ടാക്കിയ കഞ്ഞി വെച്ച് കുടിക്കുന്ന കർക്കിടകക്കഞ്ഞി എന്ന പേരിൽ കഞ്ഞി വെച്ച് കുടിക്കും. അതുപോലെ ആയുർവേദത്തിൽ കർക്കിടക മാസത്തിൽ മാത്രം ചെയ്യുന്ന പല ചികിത്സാ രീതികളും ആയുർവേദത്തിലുണ്ട്. രാമായണ പാരായണം പോലുള്ള ആധ്യാത്മികമായ സബരികളെല്ലാം കർക്കിടക മാസത്തിൽ കൂടുതലായിട്ട് ചെയ്യാറുണ്ട്. വീടുകളിൽ വെച്ച് ഗണപതി ഹോമം, ഭഗവതി സേവ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യും. ശരീരത്തിന് ആയാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം, അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം കർക്കിടക മാസത്തിൽ പൊതുവെ വിട്ടു നിൽക്കും. അങ്ങനെ പല പ്രത്യേകതകളും ഉള്ള ഒരു മാസമാണ് കർക്കിടക മാസം. എന്താണ് കർക്കിടക മാസത്തിൻ്റെ ഈ പ്രത്യേകത? നമ്മുടെ കൊല്ലവർഷത്തിന് കാലാവസ്ഥയ്ക്കും സൂര്യൻ്റെ സഞ്ചാര പദത്തിനും ഒക്കെ അടിസ്ഥാനമാക്കി 2 അയനങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. സൂര്യൻ്റെ അയനം അതിനെ അടിസ്ഥാനമാക്കിയ 2 അയനങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത് ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും. സൂര്യൻ ഭൂമിയുടെ സാങ്കല്പികമായ മധ്യരേഖ, ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ വടക്കോട്ട് സഞ്ചരിക്കുന്ന കാലത്തിന് ഉത്തരായനം എന്നും തെക്കോട്ട് സഞ്ചരിക്കുന്ന കാലത്തിന് ദക്ഷിണായനം എന്നും പറയുന്നു. യഥാർത്ഥത്തിൽ സൂര്യനല്ല സഞ്ചരിക്കുന്നത്, ഭൂമിയാണ്. ഭൂമി സ്വയം പരിക്രമണം ചെയ്യുന്നതുകൊണ്ടും അതിൻ്റെ അച്ചുതണ്ടിൻ്റെ ചരിവ് കൊണ്ടും നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ കറങ്ങുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ട് നീങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്ന ആ കാലഘട്ടത്തിനെയാണ് ഉത്തരായനമെന്നും, സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്നും തെക്കോട്ട് നീങ്ങുന്ന ആ കാലഘട്ടത്തിനെ ദക്ഷിണായനമെന്നും പറയുന്നു. മകരമാസം മുതൽ മിഥുനമാസം വരെയുള്ള 6 മാസക്കാലമാണ് ഉത്തരായനം. കർക്കിടക മാസം മുതൽ ധനുമാസം വരെയുള്ള 6 മാസക്കാലം ദക്ഷിണായനമാണ്. ഉത്തരായനം ദേവന്മാർക്കും ദക്ഷിണായനം പിതൃക്കൾക്കും പ്രധാനപ്പെട്ട സമയമാണ്. ഏറ്റവും അധികം ദേവകർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തരായന കാലത്തിലാണ്. പിതൃകർമ്മങ്ങൾ ഏറ്റവും അധികം ചെയ്യുന്നത് ദക്ഷിണായന കാലത്തിൽ. അതുകൊണ്ടാണ് കർക്കിടക വാവിന് പ്രാധാന്യം വരുന്നത്. ഉത്തരായന സമയത്ത് പകലിന് ദൈർഘ്യം കൂടുതലും രാത്രിക്ക് ദൈർഘ്യം കുറവുമായിരിക്കും. ദക്ഷിണായന കാലത്ത് പകലിന് ദൈർഘ്യം കുറവും രാത്രിക്ക് ദൈർഘ്യം കൂടുതലുമായിരിക്കും. ദക്ഷിണായന കാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ സമയത്ത് സൂര്യരശ്മികൾക്ക് തീക്ഷ്ണതയും ചൂടും കുറവായിരിക്കും. അതായത് കർക്കിടക മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ സൂര്യരശ്മികളുടെ തീക്ഷ്ണത കുറയും, അതിൻ്റെ ചൂടും കുറവായിരിക്കും. പൊതുവേ അന്തരീക്ഷത്തിൽ ഒരു ഈർപ്പം നിലനിൽക്കുന്ന സമയമായിരിക്കും ഈ ഒരു കാലഘട്ടം. ഏതാണ്ട് ഇടവം, മിഥുനം, കർക്കിടക മാസങ്ങളെല്ലാം കേരളത്തിൽ കാലവർഷം ആയിരിക്കുമെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പൊതുവെ അന്തരീക്ഷവും എല്ലാം ഈർപ്പത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സമയമായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ സൂര്യൻ്റെ ചൂടും കൂടി കുറയുമ്പോൾ ആ ഒരു ഈർപ്പാംശം ഭൂമിയിൽ കൂടും. സ്വാഭാവികമായിട്ടും രോഗാണുക്കളുടെ വ്യാപനം, രോഗാണുക്കൾ കൂടുതലായിട്ടുണ്ടാവുകയും രോഗങ്ങളും അതുപോലെ പകർച്ചവ്യാധികളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ദക്ഷിണായന കാലഘട്ടം, അതായത് കർക്കിടകം മുതലുള്ള കാലഘട്ടം. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പച്ചമരുന്നുകളും ആയുർവേദ ഔഷധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കഞ്ഞി ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി നമ്മളോട് പൂർവികർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിന് ശക്തി വർദ്ധിക്കുകയും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ തുടർന്നുള്ള ആ കാലഘട്ടങ്ങൾ, തുടർന്നുള്ള 6 മാസക്കാലം നമുക്ക് ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതിന് ഇത്തരം ഔഷധ സേവ അല്ലെങ്കിൽ ഔഷധ കഞ്ഞി വളരെയധികം ഗുണം കിട്ടും. അതുപോലെ തന്നെ നമ്മളെ മാനസികമായിട്ട് കൂടി ശക്തിപ്പെടുത്തുന്നതിന്, അതിനാണ് ഇത്തരത്തിലുള്ള ആധ്യാത്മികമായ കാര്യങ്ങൾ, രാമായണ പാരായണമൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മുടെ ആധ്യാത്മികമായ ശക്തി വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള ശക്തി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളാണ് ഇത്തരത്തിലുള്ളത്. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ശരീരവും മനസ്സും നന്നാക്കുന്നതിനാണ് ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. കർക്കിടക മാസത്തിൽ പൊതുവെ നമ്മുടെ ശരീരം ഇളതാകുക എന്ന് പറയും. വളരെ സോഫ്റ്റ് ആയിരിക്കും, നമ്മുടെ ശരീരത്തിൻ്റെ ബലം കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ചതവുകളോ ക്ഷതങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറുന്നതിന് കുറച്ച് കാലതാമസം എടുക്കും. അതുകൊണ്ടാണ് ആ സമയത്ത് ഇത്തരത്തിലുള്ള ആയാസകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും കർക്കിടക മാസത്തിൽ ചെയ്യരുത് എന്ന് കാരണവന്മാരൊക്കെ നമ്മളോട് പറയാറുള്ളത്. ഈ സമയമെന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലും നമ്മുടെ ഗൃഹത്തിലും വീടിനുള്ളിലൊക്കെ ധാരാളം ഈർപ്പം കെട്ടി നിൽക്കുന്ന ഒരു സമയമാണ്. ഇത്തരം ഈർപ്പങ്ങൾ നമ്മുടെ വീടിനുള്ളിൽ പൂപ്പലുകളും ഫംഗസും ഒക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാകും.
അതെല്ലാം ഒരു തരത്തിലുള്ള രോഗാണുക്കളും നമ്മളുടെ വീടിനുള്ളിൽ ഒരു നെഗറ്റീവ് എനർജി നിറയുന്നതിനൊക്കെ കാരണമാകുന്നതാണ്. അതിനെയൊക്കെ ആ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജിയൊക്കെ പിന്തള്ളി നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഗൃഹത്തിനുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീടിനകത്ത് വെച്ച് ഗണപതി ഹോമം, ഭഗവതി സേവയൊക്കെ ചെയ്യാനായിട്ട് പറയുന്നത്. ഗണപതി ഹോമമൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ കത്തിക്കുന്ന മടലും ചിരട്ടിയും നാളികേരവുമെല്ലാം പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ ഗൃഹത്തിനുള്ളിൽ തങ്ങി നിൽക്കുന്ന ഗൃഹത്തിനുള്ളിൽ തങ്ങി നിൽക്കുന്ന രോഗാണുക്കളെല്ലാം ഉന്മൂലനം ചെയ്യുകയും ചെയ്യും. നമ്മുടെ വീടിനുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിന് ഇത് സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം കർക്കിടക മാസത്തിലൊക്കെ വീടുകളിൽ വെച്ച് ഈ ഗണപതി ഹോമം, ഭഗവതി സേവയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പണ്ട് പല അതുപോലെ തന്നെ നമ്മുടെ ധർമ്മദൈവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആചരണങ്ങളെല്ലാം പലപ്പോഴും നടത്തിയിരുന്നതൊക്കെ കർക്കിടക മാസത്തിലും മേടമാസത്തിലൊക്കെ നടത്താറുണ്ട്. പല സ്ഥലങ്ങളിലും കർക്കിടക മാസത്തിൽ നടക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം ആചരണങ്ങൾക്കെല്ലാം വളരെയധികം പ്രാധാന്യം ഈ ഒരു കർക്കിടക മാസത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ കർക്കിടക മാസം ഇപ്പോൾ വീണ്ടും ഒരു കർക്കിടക മാസം കൂടി വന്ന് ചേർന്നിരിക്കുകയാണ്. ഈ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മരുന്ന് കഞ്ഞി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി നിങ്ങൾ കുടിക്കുക. നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നതിന് വളരെയധികം ഗുണപ്രദമാണ് മരുന്ന് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നത്. കഴിയുന്നതും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങി കുടിക്കാതെ, ചെയ്യാതെ പച്ചമരുന്നുകൾ കഴിയുന്നതും പറമ്പിൽ നിന്നൊക്കെ പറിച്ചെടുത്ത് സ്വന്തമായിട്ട് ചതച്ചെടുത്ത് ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും ഗുണപ്രദം. അതുപോലെ തന്നെ രാമായണങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ആധ്യാത്മികമായിട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം വായിക്കുന്നത് വളരെയധികം ഗുണപ്രദമാണ്. ഈ പറയുന്ന പോലെ തന്നെ വീട്ടിൽ വെച്ച് ഗണപതി ഹോമം, ഭഗവതി സേവയൊക്കെ നടത്തുന്നതും വളരെ നല്ലതാണ്. ക്ഷേത്രങ്ങളിൽ പോയി നടത്തിയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും കർക്കിടക മാസത്തിലൊക്കെ ഗണപതി ഹോമം, ഭഗവതി സേവയൊക്കെ നമ്മൾ നടത്താറുണ്ടാവും. അത് ഗണപതി പ്രീതിക്ക് നല്ലതാണ്. ഗണപതി ഹോമം, ഭഗവതി സേവയൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിൽ നടത്തുന്നത് തീർച്ചയായിട്ടും ഗണപതി പ്രീതിക്ക് നല്ലതാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഗൃഹത്തിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിന് അത് സാധിക്കില്ല. അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിനുള്ളിൽ വെച്ച് തന്നെ അത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ പറയുന്ന പൂർവികമായിട്ട് ആചരിച്ചു പോന്നിരുന്ന ഇത്തരം ആചരണങ്ങളും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് പോരേണ്ടത് തന്നെയാണ്. അതിനെല്ലാം കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കഴിയുന്നതും നിങ്ങളത് ആചരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു കർക്കിടക മാസം എല്ലാവർക്കും നല്ല അനുഭവം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.